ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകരാറിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നീക്കം ശക്തമാക്കിയതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കും. ഇന്ന് വീണ്ടും മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയവരാണ് പിന്നീട് നിലപാട് മാറ്റിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പിന്നിൽ നിന്നും കുത്തിയതുപോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല. തന്നെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ അവിടെ ഉണ്ടായിരുന്നിട്ടും തന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നിട്ടും അത് ചോദിക്കാതെ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തി. ഇത് തെറ്റായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തന്നെ കുടുക്കാൻ ശ്രമിച്ച ചില സഹപ്രവർത്തകർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നിരുന്നു. മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നാണ് KGMCTA ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞു. സഹപ്രവർത്തകനെ ജയിലിൽ അടയ്ക്കാൻ വ്യഗ്രതയുണ്ടായി. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. സാധാരണക്കാരനു വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്നാൽ ചില ഡോക്ടർമാർ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് ഡോക്ടർ ഹാരിസ് സന്ദേശത്തിൽ ആരോപിക്കുന്നു. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന ആരോപണം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായിരുന്നു. കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ എന്നും കൂടെ നിന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ്. ഉപകരണം കാണാനില്ലെന്ന പരാതി ആരോ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത. ആ വിഷയത്തിലെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. ബില്ലുകളും ഉപകരണവും തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം, ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഞാൻ ഉന്നയിച്ചിരുന്ന പരാതികൾ സർക്കാർ തലത്തിൽ എത്തിയിരുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എത്തേണ്ട ഇടങ്ങളിലേക്ക് പരാതി എത്തിയപ്പോൾ അവർ ഓരോ പ്രശ്നങ്ങളായി പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തന്റെ ഓഫീസ് റൂമിൽ ആർക്കു വേണമെങ്കിലും കയറാമെന്നും അതിൽ അസ്വാഭാവികതയില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അതേസമയം ഹാരിസ് ചിറക്കലിനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞതോടെ സർക്കാർ കർശന നടപടികളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന് വെച്ചേക്കും. ഡോക്ടർക്കെതിരെ നടപടികളുണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയ്ക്കും ഉറപ്പ് നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. യൂറോളജി വിഭാഗത്തിൽ നിന്ന് നഷ്ടമായെന്ന് വിദഗ്ധ സമിതി ചൂണ്ടിക്കാണിച്ച മോസ്ലോസ്കോപ്പ് അവിടെ തന്നെ ഉണ്ടെന്ന അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറി. മറ്റ് ശുപാർശകളൊന്നുമില്ലാതെയാണ് റിപ്പോർട്ട് നൽകിയതെന്നാണ് വിവരം.